നമുക്ക് കൊച്ചിയിലേക്ക് വരാം. അവിടെ KMRLന്റെ പേര് മാറ്റ ശുപാർശ സംബന്ധിച്ച് നേരത്തെ തന്നെ അത് വിവാദമായിട്ടുണ്ട്. ഇതിനിടയിലാണ് കൊച്ചി മെട്രോയുടെ 4 സ്റ്റേഷനുകളിൽ പാർക്കിംഗ് ഫീ കുത്തനെ കൂട്ടിയിരിക്കുന്നത്. ആലുവ, MG റോഡ്, വടക്കേക്കോട്ട, തൃപ്പൂണിത്തുറ സ്റ്റേഷനുകളിലാണ് ഫീ കൂട്ടിയത്. ഇരുചക്ര വാഹനങ്ങൾക്ക് 2 മണിക്കൂറിന് 5 നിന്ന് 10 രൂപയും കാറിന് 15 രൂപയിൽ നിന്ന് 20 രൂപയാക്കിയുമാണ് ഉയർത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആര്യ വിനോദാണ് ചേരുന്നത്. ആര്യ, പേരുമാറ്റ ശുപാർശ സംബന്ധിച്ചുള്ള വിവാദം അതങ്ങനെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പാർക്കിംഗ് ഫീ കൂട്ടിയത്. എന്ത് കാരണം പറഞ്ഞാണ് ഫീ ഉയർത്തിയത്? ദിവ്യ, ഇപ്പോൾ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, ഇതിന്റെ ആവശ്യക്കാർ ഏറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് ഇവർ കാരണമായും സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള വലിയ റിപ്പോർട്ടുകളിൽ നിന്നും ഈ കാരണത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 5 രൂപയുണ്ടായിരത്താണ് 10 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്കാണ്. കാറിന് നേരത്തെ 15 രൂപയായിരുന്നു, ഇതിപ്പോൾ 20 രൂപയായും ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 4 സ്റ്റേഷനുകളിലാണ് ഈ ഒരു പ്രധാനമായും ഈ ഒരു വില ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് MG റോഡ് മെട്രോ സ്റ്റേഷനിലാണ്. MG റോഡ് മെട്രോ സ്റ്റേഷൻ, ആലുവ, വടക്കേക്കോട്ട, തൃപ്പൂണിത്തുറ എന്നീ 4 സ്റ്റേഷനുകളിലാണ് ഈ ഒരു നിരക്ക് കൂട്ടിയിരിക്കുന്നത്. ടോട്ടൽ 14 സ്റ്റേഷനുകളാണ്. ബാക്കിയുള്ള 10 സ്റ്റേഷനുകളിലും ഇതേ നിരക്ക് തുടരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഉടനെ തന്നെ അവിടെയും ഒരു വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഈ ഒരു 4 സ്റ്റേഷനുകൾ മാത്രമാണ് ആദ്യത്തെ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ ഒരു മാസത്തെ പാർക്കിംഗ് ഫീസ് ഇപ്പോൾ 500 രൂപയായിട്ടുണ്ട് എന്നുള്ളതാണ്. മെട്രോ യാത്രക്കാരല്ലാത്തവർക്ക് ഈ ഒരു ബൈക്ക് പാർക്കിങ്ങിന് മാത്രം 1500 രൂപ ഒരു മാസം നൽകേണ്ടിയിരിക്കുന്നു. അങ്ങനെ 2 നിരക്കിലാണ്. മെട്രോ യാത്രക്കാർക്ക് ഒരു നിരക്ക്, അല്ലാത്തവർക്ക് പാർക്കിങ്ങിനായിട്ട് വേറൊരു നിരക്ക് എന്നുള്ള രീതി തന്നെയാണ് നേരത്തെ തുടരുന്നത്. അതിലിപ്പോൾ 1500 രൂപ ഒരാൾ കൊടുക്കുമ്പോൾ 4500 രൂപയോളം കാർ പാർക്കിങ്ങിനായിട്ട് ഒരു മാസം നൽകേണ്ട ഒരു സാഹചര്യം. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വില വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മെട്രോ നമ്മൾ ഒരു ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ 5 രൂപയിൽ നിന്ന് 10 രൂപ എന്ന് പറയുമ്പോൾ മറ്റ് ഒരു മാസത്തെയൊക്കെ കണക്കെടുക്കുമ്പോൾ അത് വലിയൊരു വർധനവ് തന്നെയാണ് യാത്രക്കാർ നേരിടുന്നത്. ഞായറാഴ്ചയാണല്ലോ പാർക്കിംഗ് ഫീ കൂട്ടിയത്. അത് കുറച്ച് കഴിയുമ്പോൾ അത് കൂടുതൽ സ്റ്റേഷനുകൾക്കും ഈ വില വർധന ഉണ്ടാകാനിടയുണ്ടോ? തീർച്ചയായിട്ടും ദിവ്യ, ഇപ്പോൾ പ്രധാനപ്പെട്ട 4 സ്റ്റേഷനുകൾ മാത്രമാണ് ഈ ഒരു വില വർധനവ് ബാധിച്ചിരിക്കുന്നത്. തുടർച്ചയായി 10 സ്റ്റേഷനുകളിലും ബാക്കി സ്റ്റേഷനുകളിൽ തന്നെ ഉടനെ തന്നെ ഈ ഒരു വില വർധനവ് ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതൊരു കാരണമാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 സ്റ്റേഷൻ, വടക്കേക്കര, തൃപ്പൂണിത്തറ, ആലുവ, അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന MG റോഡ് മെട്രോ സ്റ്റേഷൻ, ഈ 4 സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഒഴിവ് ദിവസമായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ കാലിയായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തുടർച്ചയായ ആളുകൾ എത്തുന്നു എന്നതൊരു കാരണമാണോ എന്ന് അധികൃതർ നോക്കിക്കാണേണ്ടതുണ്ട്. ശരി. എന്തായാലും പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിക്കൊണ്ടുള്ള തീരുമാനം അത് മെട്രോ യാത്രക്കാർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. മെട്രോ പറയുന്നത് ഇത് യാത്രക്കാരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ പാർക്കിംഗ് സ്ഥലത്തിൻ്റെ പരിമിതികൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഫീസ് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് എന്നാണ്. പക്ഷേ അത് യാത്രക്കാർക്ക് നോക്കൂ, ഒരു മാസമൊക്കെ നോക്കുമ്പോൾ ഒരു 4000 രൂപ വരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 1000-2000 ഒക്കെ അധികം നൽകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. ശരി.